കടൽ വെള്ളത്തിൽ പല ആഴങ്ങളിൽ ജീവിക്കുന്ന നീരാളികളുടെ ശ്വസന വ്യവസ്ഥ അവയുടെ സങ്കീർണമായിട്ടുള്ള ജീവിതശൈലിക്ക് ചേരുന്ന വിധത്തിൽ അതിശയിപ്പിക്കുന്നതാണ്. വെള്ളത്തിനടിയിൽ ഓക്സിജൻ കുറഞ്ഞ സാഹചര്യത്തിൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിണമിച്ചവയാണ് ഇതൊക്കെ. മറ്റു മത്സ്യങ്ങളെപ്പോലെ നീരാളികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ സ്വീകരിക്കുന്നത് ഗില്ലുകൾ ഉപയോഗിച്ചാണ്. ഇവയുടെ ശരീരത്തിനുള്ളിലെ മാൻഡിൽ ക്യാവിറ്റി എന്ന അറക്കുള്ളിലാണ് ഈ ഗില്ലുകൾ ഉള്ളത്. അതായത് ഒരു ജോഡി ഗില്ലുകൾ. മാൻഡിൽ അറയിലെ പേശികൾ വികസിക്കുമ്പോൾ വശങ്ങളിലുള്ള വിടവുകളിലൂടെ പുറത്തുള്ള ഓക്സിജൻ അടങ്ങിയ വെള്ളം ഉള്ളിലേക്ക് കടക്കും. ഈ വെള്ളം ഗില്ലുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് കലരുകയും കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. ഉള്ളിലേക്ക് കയറിയ വെള്ളം സൈഫോൺ കുഴലിലൂടെ പുറത്തേക്ക് ശക്തിയായിട്ട് ചീറ്റും. നീരാളിയുടെ ശ്വസനവും സഞ്ചാരവും തമ്മിലും ബന്ധമുണ്ട്. ശ്വസനത്തിന് ശേഷം സൈഫോണിലൂടെ വെള്ളം അതിശക്തമായിട്ട് പുറത്തേക്ക് കളയുമ്പോൾ ലഭിക്കുന്ന ഒരു തള്ളലുണ്ടല്ലോ, ത്രസ്റ്റ്, അതുപയോഗിച്ച് നീരാളിക്ക് റോക്കറ്റൊക്കെ പോകുന്നത് പോലെ മുന്നോട്ട് സഞ്ചരിക്കാം. ജെറ്റ് പ്രൊപ്പൽഷൻ എന്നാണ് ഇതിന് നമ്മൾ പറയുക.